ഹായ് ഫ്രണ്ട്സ്, ഞാൻ കോമളകുമാരി വീട്ടുവിശേഷം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ കാണപ്പെടുന്ന ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ചിലന്തി കടിച്ചാലോ കടന്തൽ കുത്തേറ്റാലോ ആ ഭാഗത്ത് ശംഖുപുഷ്പത്തിൻ്റെ ഇല അരച്ച് പുരട്ടിയാൽ വിഷമയം മാറാൻ വളരെ സഹായിക്കും. അതുപോലെ തന്നെ പണ്ടുള്ള കാലത്ത് കാലിലെ നീരൊക്കെ മാറാനായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ ഇല അരച്ച് പുരട്ടിയിരുന്നു. ശംഖുപുഷ്പം കൊണ്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മാവെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ നെയ്യും 1/2 സ്പൂൺ പഞ്ചസാരയും ഇട്ട് മാവ് യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ മാവ് കുഴയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളമെടുത്ത് നല്ല വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം അതിലിട്ട് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ എല്ലാ സത്തും അതിൽ ഊറി വെള്ളം നല്ല നീല കളറിലാകും. ആ വെള്ളം കൊണ്ട് നമുക്ക് ഈ മാവിനെ കുഴച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതാണ്. ഇതിന് നമുക്കൊരു സേവനാഴിയിലേക്കാക്കി നമുക്കിതിനെ ഇഡ്ഡലിത്തട്ടിൽ പിഴിഞ്ഞെടുക്കാം. നമുക്ക് മാവിങ്ങനെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ പകുതിയാകുമ്പോൾ അതിലേക്ക് ഒരല്പം തേങ്ങയും ഇട്ട് നമുക്കിതുപോലെ മാവ് റെഡിയാക്കി ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാ കളറിലുള്ള ഫുഡ് കഴിക്കുന്നതാണ് വലിയ ഇഷ്ടം. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു റെസിപ്പിയിൽ ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. നമ്മളൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് പച്ച മഞ്ഞളാണ്. ഇതിൽ കൂടെ ശംഖുപുഷ്പവും കൂടെ ഇട്ട് നല്ല മഷിയായിട്ട് അരച്ച് മിക്സിയിൽ അരച്ച് മുഖത്ത് പുരട്ടുക. ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തുള്ള പാടും എല്ലാം മാറി നല്ലൊരു ഗ്ലോ ആകാൻ നമ്മളെ സഹായിക്കും. തിളച്ച വെള്ളമെടുത്ത് അതിൽ 5 കഴുകി വൃത്തിയാക്കിയ ശംഖുപുഷ്പം ഇട്ട് അടച്ചു വെക്കണം. ആ വെള്ളം 10 മിനിറ്റിന് ശേഷം പൂവ് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് കുടിക്കുക. കൊളസ്ട്രോള്, ഷുഗർ എല്ലാം മാറുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ തുടർച്ചയായി എന്നും കുടിക്കാൻ പാടില്ല. ഒരാഴ്ചയിൽ 3 ദിവസം മാത്രമേ ഈ വെള്ളം കുടിക്കാവൂ. ഇപ്പോൾ ധാരാളം പൂ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ ആ പൂക്കളെ നമ്മൾ ശേഖരിച്ച് ഉണക്കി സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് പൂവില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.